നിങ്ങൾക്ക് എങ്ങനെ തോന്നിയോ? നിങ്ങൾ മാധ്യമങ്ങളല്ലേ, നിങ്ങളെല്ലാം വാർത്ത റിപ്പോർട്ട് ചെയ്യല്ലേ? അങ്ങനെ ഒരു ചിന്തയുണ്ടോ? കേരളത്തിലെ ആരോഗ്യമന്ത്രി അങ്ങനെ ഒരു അഭിനയത്തിന്, ഇത്രയും ക്യാമറ കണ്ണുകൾ ലൈവായി കേരളത്തിൽ വിജിലൻ്റായി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു അഭിനയത്തിന് ബുദ്ധിയും ബോധമുള്ള ആരും തയ്യാറാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? എന്തും പറയാം. അപ്പോൾ ആക്രമിച്ച് അംഗീകരിച്ചു. അപ്പോൾ ആക്രമിച്ചതിൽ നിന്ന് ഇനി ജനശ്രദ്ധ തിരികെ എന്തു? ഇതാ ഗീബൽസ് തന്ത്രമാണ്. ഹിറ്റ്ലർ ബൈറ്റ് തന്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോക്താവാണ് കനകോലു. ആ കനകോലു സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് ആക്രമിച്ചു കഴിഞ്ഞ് അക്രമത്തിൻ്റെ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ അതിരൂക്ഷമായ പ്രതികരണം കേരളത്തിനകത്താകെ ജനങ്ങളിൽ നിന്ന് വരുമ്പോൾ ആ പ്രതികരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അയ്യോ ആക്രമിച്ചു പോയല്ലോ, ഇനി എന്താണ് അടുത്ത വഴി, ഇനി ഇതിനെ എങ്ങനെ ന്യായീകരിക്കും, ആ ന്യായീകരണത്തിൻ്റെ വഴി തേടി പോകുമ്പോഴാണ് ഈ പറയുന്ന വാദങ്ങൾ ഉയരുന്നത്. പരമപുച്ഛത്തോടെ തള്ളിക്കളയാണ്. പരമപുച്ഛത്തോടെന്ന് മാത്രമല്ല, അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ സാധാരണക്കാരിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഇടതുപക്ഷക്കാരിൽ നിന്നല്ല, SFIക്കാരിൽ നിന്നല്ല, കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നല്ല, CPMകാരിൽ നിന്നുമല്ല, ഏറ്റവും സാധാരണക്കാരിൽ നിന്ന്. ഈ ആരോഗ്യരംഗത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഫലം ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞല്ലോ, ഈ കേരളത്തിനകത്ത് ആരോഗ്യരംഗത്തെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുണ്ട്. കുറ്റവും കുറവും ഇല്ലാത്ത ഒരു വ്യവസ്ഥയിൽ നമ്മൾ അംഗീകരിക്കണം. ആ വ്യവസ്ഥയിൽ പോലും, ഈ മുതലാളിത്ത വ്യവസ്ഥയിൽ പോലും ഈ ആരോഗ്യരംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുതലാളിമാരാണ്, ഗവൺമെൻറ് അല്ല ഫണ്ട് ചെയ്യേണ്ടതെന്നൊരു നയം രാജ്യത്താകെ സ്വീകരിക്കുമ്പോൾ അതിന് വിഭിന്നമായൊരു നയം സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഈ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.